എക്സി തോമസ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പറ, ആ പേര് പറ, അയാൾക്കെതിരെ എടുത്ത FIR പറ, ഞാൻ ഇപ്പൊ പുറത്താക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. എന്തർത്ഥത്തിൽ ആരോപണം ഉന്നയിക്കുന്നത്? ഇല്ല, സൗകര്യമില്ല. മാന്യത വേണ്ടേ? മാന്യത വേണ്ട. എന്താ രാമേന്ദ്ര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. സമൂഹത്തിന്റെ എല്ലാ മേഖലകളെയും ചേർത്തു പിടിക്കാൻ കഴിയുന്ന അവസാനത്തെ മനുഷ്യനുമായി കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് ഈ കാര്യത്തെ ചെറുത്തു ഇപ്പോ ഈ തിരിച്ചറിവ്, താങ്കൾ ഈ പറഞ്ഞ കാര്യം ഒരു തിരിച്ചറിവ് കൂടിയാണ്. ആ തിരിച്ചറിവ് വൈകിപ്പോയോ? സത്യത്തിൽ അത്രത്തോളം ഗ്രസിച്ചു കഴിഞ്ഞില്ലേ ഈ സമൂഹത്തെ ഈ ലഹരിയും ഈ അക്രമവാസനയും? നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെ ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമാകുന്ന മറ്റൊരു വശം കൂടിയുണ്ട്. അത് തടയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നും? അതും ശരിയാണ്. ഏതനുഭവത്തിലും വലിയ നേതാവ് മുതൽ ചെറിയ നേതാവ് വരെ ഇത്തരം ലഹരി കേസിൽ പ്രതികളായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുണ്ടോ? ഇപ്പോൾ ഞങ്ങളുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? കണിശതയാർന്ന പരിശോധനയും തെറ്റുതിരുത്തൽ നടപടിയും ഉണ്ടായിട്ടുണ്ട്. ലഹരി കേസുകളിലും അക്രമ സംഭവങ്ങളിലും ഭാഗമായിട്ടുള്ള എല്ലാവരെയും നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ടോ ജയ്ക്ക്? അങ്ങനെ ആത്മാർത്ഥമായി പറയാൻ കഴിയുമോ? അല്ല, അത് പിന്നെ അത്തരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഈ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് അങ്ങേക്ക് സൂചിപ്പിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരാൾ പോലുമില്ല. അക്രമ സംഭവങ്ങളുടെയും ക്രിമിനൽ പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ടുള്ള ആളുകളെ പാർട്ടിയിൽ എടുക്കുന്ന എത്രയോ സംഭവങ്ങൾ സമീപകാലത്ത് തന്നെ പലയിടങ്ങളിൽ നിന്ന് കണ്ടിട്ടുണ്ട് ശ്രീ ജയ്ക്ക്. കഴിഞ്ഞ ഏതാണ്ട് 10 കൊല്ലം അല്ലെങ്കിൽ 8 കൊല്ലമായി കേരളത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഇത്രയധികം ലഹരി, അതിനെ പിടിച്ചു കെട്ടാൻ ഒരു ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭരണകൂടത്തിന്റെ പരാജയമാണ് അത് എന്നല്ലാതെ നമുക്ക് വേറെ എന്താണ് പറയാൻ സാധിക്കുന്നത്? അങ്ങനെ നീ പറയരുത്, ചില മര്യാദകളൊക്കെ ഉണ്ട്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായ കിർമാണി മനോജ്, ഈ കിർമാണി മനോജിന് ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോ ആവശ്യാനുസരണം പരോൾ കൊടുത്തു. ആ പരോളിനിടയിൽ പുറത്തു വന്നപ്പോ കല്യാണം കഴിക്കാനുള്ള എല്ലാവിധ സൗകര്യവും ഒരുക്കി കൊടുത്തത് CPM ആണ്. മക്കളെ, നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ, ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കാനാ. ഷുഹൈബിന്റെ വധക്കേസിലെ 2ാം പ്രതിയായ ദീപ് ചന്ദ് ഇപ്പോഴും ഷുഹൈബ് വധക്കേസിൽ പാർട്ടി പണപ്പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. EMS അക്കാദമിയുടെ പേരിലാണ് പാർട്ടി പണപ്പിരിവ് നടത്തുന്നത്. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായ. ഇതാണ് പണപ്പിരിവിന്റെ പോസ്റ്റർ എന്ന് പറയുന്നത്. സമ്മാന പദ്ധതിയോടുകൂടിയാണ് പണപ്പിരിവ് നടത്തുന്നത്. ആർക്കു വേണ്ടി? ഒരു ചെറുപ്പക്കാരനെ അരുംകൊല ചെയ്ത പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി പണപ്പിരിവ് നടത്തുന്ന ഒരു പാർട്ടി. ഈ സുഹൃത്തെ, ഇത് എത്തിക്സ് ഉള്ള ഒരു പാർട്ടിയാണ്. ഈ ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന ആ പരനാറി, അവൻ ഈ കേരളത്തിൽ റീൽസ് എടുത്ത് പ്രചരിപ്പിക്കുമ്പോ അതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്നത് ജയിക്കിപ്പോ ഇത്രയും നേരം പാടി പുകഴ്ത്തിയ ഡിവൈഎഫ്ഐക്കാരാണ്. അതെ, ചങ്ക്, സഖാവ് എന്ന് പറഞ്ഞ് ആ റീൽസിന് തമ്പിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളാണെങ്കിൽ ജനങ്ങൾ അർഹിക്കുന്നു മാഡം നിങ്ങളെ പോലുള്ള ലീഡേഴ്സിനെ. ഒരു MLA-യുടെ മകനെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കുമ്പോ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ സ്ഥാനചലനം ഉണ്ടാവുമെങ്കിൽ ഈ സർക്കാർ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ്? പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. നിന്ന് ശരൺ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു BJP-കാരൻ CPM-ൽ വന്നു. അവനെ മാലയിട്ട് സ്വീകരിക്കുന്നത് ജില്ലാ സെക്രട്ടറി. കാപ്പ കേസ് പ്രതിയാണ്. ഇയാൾ CPM-ൽ വന്നതിന്റെ 3ാം ദിവസമാണ്. പത്തനംതിട്ട ടൗണിൽ വെച്ച് വലിയ കൊടുവാളെടുത്ത് ഇയാൾ കാപ്പ കേസ് പ്രതിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. വക്കച്ചൻ ചേട്ടൻ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യമില്ല. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? ജയിൽ ചട്ടം ലംഘിച്ചതിന് 3 തവണ ജയിൽ മാറ്റത്തിന് വിധേയമായി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹ തടവുകാരിയെ മർദ്ദിച്ച കേസിലെ പ്രതിയായ വ്യക്തിക്ക് കേരളത്തിലെ മന്ത്രിസഭ കൂടി 2 മന്ത്രിമാരുടെ പിൻബലത്തിൽ, ഗണേഷ് കുമാറിന്റെയും സജി ചെറിയാന്റെയും, ഇവരുടെ 2 പേരുടെ പിൻബലത്തിൽ ശിക്ഷാ ഇളവ് കൊടുക്കുകയാണ്. ഞാൻ ചെയ്ത തെറ്റാണോ? ഒരു തെറ്റുമില്ല, ഫുൾ ശരി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കൺവിക്റ്റഡ് ആയ പ്രതികൾക്കാണ് മുദ്രാവാക്യം വിളിച്ച് ജയിലിലേക്ക് അയച്ചത്. കൃപേഷ് ശരത്ലാൽ കേസിലെ കൺവിക്റ്റഡ് ആയ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പാർട്ടി പണപ്പിരിവ് നടത്തിയത്. അവർക്ക് വേണ്ടിയിട്ടാണ് CBI വരാതിരിക്കാൻ സർക്കാർ വിഹിതം ഇവിടെ ഉപയോഗിച്ചത്. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ. മാതൃകയാകുന്ന ഒരു പ്രവർത്തനവും നടത്തുന്നില്ല. അപ്പൊ നിങ്ങളെയൊക്കെ കണ്ടാണ് ഈ തലമുറ വളർന്നു വരുന്നത്, നിങ്ങളെയൊക്കെ കണ്ടാണ് ഇവർ പഠിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി ഈ സമൂഹം ഇതല്ലാതെ മറ്റെന്ത് രീതിയിലേക്ക് മാറും എന്നാണ് പരസ്പരമുള്ള ഈ പഴിചാരലുകളും ഈ വിഴുപ്പലക്കളുകളും ഒക്കെ വ്യക്തമാക്കുന്നത്. മറ്റെന്താണ് അത്? കറക്റ്റ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഇതേ കേസിൽ പിടികൂടിയില്ലേ? ആങ്കർക്ക് അവരുടെ പേരെങ്കിലും പറയാൻ കഴിയുമോ? എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആങ്കർ സമ്മതിക്കണം, യൂത്ത് കോൺഗ്രസിന്റെ അങ്ങനെ ഒരു നേതാവിനെ പിടികൂടിയെങ്കിൽ പിടികൂടിയെന്ന് പറയാൻ താങ്കൾ തയ്യാറാകണം. ഇനി പറ, ഞാൻ കേക്കട്ടെ.
താങ്കൾ ഞാനൊന്ന് തയ്യാറാണ് പറഞ്ഞു യൂത്ത് പൂർത്തീകരിക്കട്ടെ. കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിൽ അങ്ങനെ ഒരു നേതാവിനെതിരെ നിങ്ങളുടെ പോലീസ് FIR ഇട്ട് പിടികൂടിയെങ്കിൽ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു. ജെയ്സി തോമസ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പറ, ആ പേര് പറ, അയാൾക്കെതിരെ എടുത്ത FIR പറ, ഞാൻ ഇപ്പൊ പുറത്താക്കാം. വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ടാട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. ചുമ്മാ ഇവിടെ വന്നങ്ങ് ഡമ്പടിച്ചു പോകരുത്. നിങ്ങൾ പറ, പേര് പറ, FIR നമ്പർ പറ, ഞാൻ ഇപ്പൊ പുറത്താക്കാം. ഒന്ന് പേര് പറഞ്ഞേ. ഇപ്പൊ തലയും കുറിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തൊക്കെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരാളെ കഞ്ചാവ് കേസിലോ പിടികൂടി പോലീസ് FIR ഇട്ട് പിടികൂടിയിട്ടുണ്ട് ജെയ്സി തോമസിന് എന്തെങ്കിലും മാന്യതയുടെ അംശം ഉണ്ടെങ്കിൽ ആ പേരൊന്ന് പറഞ്ഞേ, ഞാൻ ഇപ്പൊ പുറത്താക്കാം. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ചുമ്മാ ഒരു ചർച്ച വന്നങ്ങ് അടിച്ചുവിട്ട് പോലെ ജയിക്കെ. നിങ്ങളുടെ നേതാക്കന്മാരെങ്കിൽ പറഞ്ഞേ. കലിപ്പ് തീരുണ്ടോ ദൈവമേ, അവന്റെ മോത കണ്ടില്ലേ, ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കട്ടെ പന്നി. അപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രതിനിധി മാന്യതയുടെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും സർട്ടിഫിക്കറ്റ് എനിക്ക് അച്ചടിച്ച് അവിടെ കക്ഷത്തിൽ കൊണ്ടുവന്ന് നടക്കുകയാണ്. ഞാൻ ചോദിക്കുമ്പോൾ അതൊക്കെ എടുത്ത് നൽകാൻ. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. എന്തായാലും മാന്യതയുടെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും സർട്ടിഫിക്കറ്റ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് വാങ്ങേണ്ട ഗതികേട് കേരളത്തിലെ ഒന്ന് പോടോ. അല്ല, നിക്ക്, ഞാൻ പറയട്ടെ. സംസ്ഥാന സെക്രട്ടറിയെ പിടികൂടി പേര് പറ. അല്ല, ഒരു അങ്ങനെ പറയാൻ സൗകര്യമില്ലേ? ഞാൻ അങ്ങനെ പറയാൻ സൗകര്യമില്ലേ? പിന്നെ എന്തർത്ഥത്തിലാണ് നിങ്ങൾ ഇവിടെ വന്നൊരു ആരോപണം ഉന്നയിക്കുന്നത്? എന്തർത്ഥത്തിലാണ് ആരോപണം ഉന്നയിക്കുന്നത്? ഇല്ല, സൗകര്യമില്ല. മാന്യത വേണ്ടേ? മാന്യത ആവശ്യമാണെങ്കിൽ വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. എന്ത് കരുതാപ്പള്ളി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയെ പിടികൂടിയെന്ന് താങ്കൾ പറഞ്ഞ പേര് പറ. എന്താണ് പറയുന്ന കേക്ക്? ചുമ്മാ വീണെടുത്തേർന്ന് ഉരുളല്ലേ? പേരുണ്ടെങ്കിൽ പേര് പറ, ഇല്ലെങ്കിൽ ക്ഷമാപണം നടത്ത്. അങ്ങനെ ഒരു സംഭവമില്ല എന്ന് പറ. മണ്ടത്തരം പറയല്ലേ? ചുമ്മാ തള്ളി അങ്ങ് വിടല്ലേ? പേരുണ്ടെങ്കിൽ പേര് പറ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ പേര് പറ. ശുപാർശ ചെയ്യാം. പേര് പറ. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. മനോരമയുടെ ഫ്ലോറിൽ വെച്ച് തന്നെ നമ്മൾ എത്ര കണ്ടതാണ്. ജയ്ഹിന്ദ് ചാനലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരാ ഉരുണ്ടതെന്നും ആരാ എഴുന്നേറ്റോടിയെന്നും മനോരമയുടെ ആങ്കറിന്റെ സമക്ഷം നമ്മൾ നടത്തിയ ചർച്ചയിൽ, ഞാനും അങ്ങേവരുടെ ചർച്ചയിൽ നമ്മൾ കണ്ടതല്ലേ? മനസ്സിലായോ? ഇല്ല. അതാണ് ജനറേഷൻ ഗ്യാപ്പ്. പിന്നെ ഞാൻ തിരികെ ചോദിച്ചു, യൂത്ത് കോൺഗ്രസ് എന്ത് ചെയ്തു? മലപ്പുറം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ നിങ്ങൾ എന്ത് ചെയ്തു? എനിക്കറിയാത്ത കാര്യം ഞാൻ ആരോട് പറയണം? മലപ്പുറം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ നിങ്ങൾ എന്ത് ചെയ്തു? പത്തനംതിട്ട ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയെ നിങ്ങൾ എന്ത് ചെയ്തു? വയനാട് ജില്ലയിലെ DCC പ്രസിഡന്റിനെയും കോൺഗ്രസ് എംഎൽഎയും നിങ്ങൾ എന്ത് ചെയ്തു? അതൊക്കെ സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരല്ലേ? അബദ്ധം പറ്റിയതാണ്. വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറെന്തിനാ മറുപടി പറയാൻ പോകുന്നത്? കോൺഗ്രസിന്റെ തന്നെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ കൊലക്കേസിൽ പ്രതിയായിട്ട് എന്ത് ചെയ്തു? അക്രമക്കേസിൽ പ്രതിയായിട്ട് എന്ത് ചെയ്തു? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കേ. എംഎൽഎയുടെ മകന്റെ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞതെന്താ? പിള്ളേരായാൽ പുകവലിക്കും, അതിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമോ എന്ന. എന്ത് സംസ്കാരം ഉണ്ട് ആ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക്? എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ സാറന്മാര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലൊരു മണ്ടനെയാണെന്ന്. കാരണം എന്താ? ഈ കൂട്ടത്തിൽ പിടികൂടിയത് കഞ്ചാവാണ്. ആ കഞ്ചാവ് വലിച്ചതിനാണ് കേസുണ്ടായത്. ആ കേസിന്റെ പേര് പറഞ്ഞപ്പോഴാണ് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നത് പിള്ളേരായാൽ പുകവലിക്കും, അതിനെതിരെ എന്തിനാണ് ജാമ്യമില്ലാ വകുപ്പ് എതിരെ കേസെടുക്കണമെന്ന്. വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. 2016 തൊട്ട് 2024 വരെ 8 കൊല്ലം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഇരിക്കുന്ന കസേരയിൽ വാഴ വെച്ചാൽ വാഴയാണോ ഭരിച്ചത്? ജയിക്കെ വാഴയാണോ? അങ്ങനെയാണെങ്കിൽ പറ. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വാഴയാണെന്ന് പറ. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ ആര്യാടൻ ഷൗക്കത്തിനെ പിടിച്ച് ആ കേസിൽ ജയിലിലിട്. കേരളത്തിലെ പോലീസ് വളരെ മികച്ച പോലീസായിരുന്നല്ലോ. പിടിച്ച് ജയിലിലിടാത്തത് എന്തിയാ ജയിക്കെ? എന്നിട്ട് 8 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് വീണ്ടും അത് പറയാൻ എങ്ങനെയാണ് ജയിക്കിന് ധൈര്യം വരുന്നത്? ഈ ലേശം ഉളുപ്പ് വേണ്ടേ? ദേഷ്യം മുഖത്താണെങ്കിലും മനസ്സ് പാവം.
ശ്രീ ജേക്ക് പറയട്ടെ. നേരിട്ട് പറ, പേര് FIR നമ്പർ പറ. ഞാനിപ്പോ പുറത്താക്കാന്നാണല്ലോ പറഞ്ഞേ. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? അപ്പൊ തന്നെ അതൊരു ആങ്കർക്ക് അയച്ചു കൊടുക്കൊന്നും വേണ്ട. നഹാസിനെതിരെ എടുത്ത FIR പറഞ്ഞാൽ മതി. നഹാസിനെതിരെ എടുത്ത FIR പറഞ്ഞാൽ മതി. ഞാൻ ഇപ്പൊ പുറത്താക്കാം. നഹാസിനെതിരെ എടുത്ത FIR പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പുറത്താക്കാം. ധൈര്യത്തിന്റെ വെറുതെ ഇരുന്ന് ചർച്ച വന്ന് പറയാൻ കൊള്ളാവോ? അല്ല, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ 2 കിലോ കഞ്ചാവ് സൂക്ഷിച്ച് അത് പോലീസ് പിടിച്ചാൽ പ്രശ്നമില്ല. ആരാണ് ഉടായിപ്പ് പറയുന്നത്? അങ്ങൊന്ന് ദയവായി ഇത് പറഞ്ഞാട്ടെ. അങ്ങല്ലെങ്കിൽ സത്യസന്ധമായി പറ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ 2 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടിയാൽ കഴിഞ്ഞു ഈ ജന്മത്തിലെ ബന്ധങ്ങൾ മുഴുവൻ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നഹാസ് വീട്ടിൽ 2 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടിയാൽ അങ്ങേക്ക് കുഴപ്പമില്ലേ? അങ്ങ് ഓടി രക്ഷപ്പെടുകയാണോ? അങ്ങനെ ചെറിയ ആളാകാമോ? ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. അങ്ങയുടെ ജനറൽ സെക്രട്ടറിയുടെ വീട്ടിലല്ലേ 2 കിലോ കഞ്ചാവ് പിടികൂടിയത്? അങ്ങേക്ക് അതിൽ വിഷമമില്ലേ? ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ. 2 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. ബോംബുണ്ടെടുക്കട്ടെ ഒന്നോണ്ട് നിൽക്കും തോന്നില്ല.